ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെയും അതുപോലെ വിക്രത്തിൻ്റെയും ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവായിട്ട് പുളിക്കനെ കണ്ടുപിടിക്കാനായിട്ട് അവരെല്ലാവരും കൂടി പോകാൻ ഇറങ്ങുന്ന സമയത്ത് അനിയൻകുട്ടനോടും രാജേട്ടനോടും ജോസഫ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. വേദ പറയരുതെന്ന് പറഞ്ഞെങ്കിലും ഇവരുടെ നിർബന്ധപ്രകാരം വേദയോടൊപ്പം വിക്രം ഇപ്പോൾ സുരക്ഷിതനാണെന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊരാശ്വാസം. ഇത്രയും നല്ലൊരു സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യം നീ എന്താണ് ഞങ്ങളോട് പറയാതിരുന്നതെന്നും ചോദിച്ചുകൊണ്ടന്നേരം ജോസഫിനെ ഇവർ വഴക്കും പറഞ്ഞു. അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേടാ എന്നൊക്കെ ചോദിച്ച് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സന്തോഷത്തോടെ സംസാരിക്കാട്ടോ. ഈ സമയത്ത് പിന്നെ വേദയും അതുപോലെ വിക്രവും അകത്തിരുന്ന് പാട്ട് പാടുന്നത് കേട്ടുകൊണ്ട് വന്ന വർഷ ന്യൂസ് പിടിക്കാൻ വേണ്ടി കിടന്ന് അങ്ങോട്ട് വല്ലാണ്ട് പെടാപ്പാട് പെടുമോ. ഒരു തരത്തിൽ ദീപ്തിയും വേദയും കൂടെ ചേർന്ന് വർഷയെ അവിടെ നിന്ന് പുറത്ത് അടിച്ചു. അത് കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ അരികിലേക്ക് വിക്രം വന്ന് പിന്നെയും പാട്ട് പാടാൻ തുടങ്ങി. ദൈവത്തെ പൊന്നു തമ്പുരാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇനിയും ഇവിടുന്ന് ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ കേട്ടാലേ അവർ ഇടിച്ചു കയറി ഇങ്ങോട്ടേക്ക് വരും. അവരാണെങ്കിൽ ന്യൂസ് പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന കാര്യം വേദ ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞു. ഇനി ഇവിടുന്ന് എങ്ങാണ്ടിരുന്ന് പാട്ട് പാടിയല്ലോ കുത്തിയും ചേരുമെന്നൊക്കെ വേദ വിക്രത്തോട് പറയാം. അല്ല, ഒരു പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കിവിടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ സ്വാതന്ത്ര്യമോ അത് വിക്രുവിന് പറഞ്ഞിട്ടില്ല. വിക്രു എന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ വിക്രത്തോട് പറയാം. ഇവിടെ ഇരിക്കുമ്പോൾ ഇനിയാണെങ്കിലും വർഷയിടത്തി ഓർക്കാപ്പുറത്ത് ഓടിക്കയറി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന കാര്യം വേദ പറയുവാണ് വിക്രത്തോട്. കാരണം അവർക്കൊരു CIDയുടെ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. നിൻ്റെ അല്ലേ നാത്തൂൻ, അപ്പോൾ പിന്നെ എങ്ങനെയാ അത് സംഭവിക്കാതിരിക്കുക എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടും ചിരിച്ച് കളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോസഫും അതുപോലെ രാജേട്ടനും അനിയൻകുട്ടനും ഈ വാസുവിൻ്റെ ആ ചിങ്കിടിയെയും കൂടെ കൂട്ടി പോകുവാണ്. അങ്ങനെ അവർ പുളിക്കനെ തപ്പി ഏതോ ഒരു നാട്ടിൽ പോണു, നാഗർകോവിൽ അവിടെ എവിടെയോ പോകുന്നു. ഈ സമയത്ത് അവിടെ അമ്മായച്ചനും മരുമോനും കൂടെ മുമ്പേർ അവിടെ എത്തിയിട്ട് ഇവനെ കൊന്നു കളയാനായിട്ട്, ഈ പുളിക്കനെ കൊന്നു കളയാനായിട്ട്. അപ്പോൾ ഇവരുടെ ഓരോ ചലനവും ഇവരുടെ ഓരോ പോക്കും വരവും എല്ലാം കണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇതെല്ലാം മനസ്സിലാക്കി കറക്റ്റ് സമയത്ത് ഇടപെട്ട് പുളിക്കനെ തീർക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. മറ്റേ ആളാണെന്നുണ്ടെങ്കിൽ ഏത് നേരവും ഇന്ന സ്ഥലത്തെത്തി ഇന്ന കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞും കൊടുക്കുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെ മറ്റേ 3 പേര് ഇയാളുടെ കൂടെ പോവുകയും ചെയ്യുന്നു. എന്തായാലും ഇവർ യാത്ര ചെയ്ത അത്രയും ദൂരം അവരെത്തിയിട്ടോ. അപ്പോൾ വാസുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, എവിടെ എത്തി എങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ വാസുവിൻ്റെ മുന്നിലും ഈ പോകുന്ന ആൾ ഭയങ്കര ഇതായിട്ടൊക്കെ സംസാരിക്കുന്നത്. ആ സമയത്ത് വാസുവിൻ്റെ കൂടെയുള്ള ഇവൻ ലോക ചതിയനാണെന്ന് ആരും അറിയുന്നില്ലല്ലോ. അങ്ങനെ ഇവരിതേ നാഗർകോവിലെത്തി പറഞ്ഞു വെച്ച അടയാളം വെച്ച് ഈ പുളിക്കൻ താമസിക്കുന്ന ഒരു മലയുടെ മുകളിൽ ഒരു പാറയുടെ മുകളിൽ ചെറിയൊരു ഷെഡ് പോലൊരു സംഭവം, അതിനകത്താണ് പുളിക്കൻ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ പുളിക്കൻ അവിടെ എത്തിയതും അതിനുശേഷം അവിടെ ഒളിച്ച് താമസിക്കുന്നതും എല്ലാം വേറൊരാൾ പറഞ്ഞു കൊടുത്ത് ആ ഒരു അറിവിലാണല്ലോ ഇവർ പോകുന്നത്. അങ്ങനെ ഇവർ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഷെഡിൻ്റെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ പുളിക്കനെ കാണുന്നതും പമ്മി പുളിക്കൻ പോലും അറിയാതെ ഒരു ഈച്ച അനങ്ങാത്ത രീതിയിൽ ഇവർ ചെന്ന് ഡോറ് തുറന്നപ്പോൾ പുളിക്കൻ ഇവരെ കണ്ടു. തിരിഞ്ഞു നോക്കിയാൽ പുളിക്കൻ ഞെട്ടി ഇങ്ങനെ നിൽക്കുക. പുളിക്കൻ അന്നേരത്തേക്കും ഓടാൻ ഉള്ള ആ ഒരു ശ്രമം നടത്തിയപ്പോഴത്തേക്കും നമ്മുടെ ജോസഫും അതുപോലെ രാജേട്ടനും കൂടെ വട്ടം കയറി പിടിച്ചു. മറ്റവനും ഭയങ്കര ആത്മാർത്ഥത പ്രകടനം ഇങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ കയ്യിൽ കിട്ടിയ ആ ഒരു സമയം പിന്നെ എല്ലാം ഇവനെ കൊണ്ട് പറയിക്കാനാണ് അനിയൻകുട്ടനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോഴേക്കും മറ്റവർ ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും കൂടെ വെയിറ്റ് ചെയ്യുക ഇയാളുടെ കോള് വരാനായിട്ട്, എന്നിട്ട് വേണമല്ലോ അങ്ങോട്ട് ചെല്ലാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരങ്ങോട്ട് ഈ പുളിക്കനെ കൈകാര്യം ചെയ്യുക അവിടെയിട്ട്. അപ്പോൾ നീ ഈ ചെയ്തത് വലിയ തെണ്ടിത്തരമാണെന്ന് ഞങ്ങൾക്കറിയാം. മാത്രമല്ല മറ്റാർക്കോ വേണ്ടിയാണ് നീ വൃത്തികേട് കാണിച്ചതെന്ന് ഞങ്ങൾക്കറിയാവുന്നൊക്കെയുള്ള കാര്യങ്ങൾ ജോസഫ് ഇങ്ങനെ പുളിക്കനോട് പറയാം. നീ ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് അത് ചെയ്തതെന്ന് നീ പറയണമെന്ന് പറഞ്ഞു. അതും വിക്രം ഇതിൽ നിരപരാധിയാണെന്ന് നീ തന്നെ ലോകത്തോട് വിളിച്ചു പറയണമെന്നും പറഞ്ഞു. അത് പിന്നെ എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുളിക്കൻ കിടന്ന് ഉരുളുക. നിൻ്റെ ഒരു ഉരുളിച്ച ഇവിടെ നടക്കത്തില്ല, നീ തന്നെ എല്ലാം സത്യസന്ധമായി വിളിച്ചു പറയാൻ പറഞ്ഞു. അപ്പോൾ അത് വാസവനോടും പറയണം, അതുപോലെ തന്നെ ശ്രീനി സാറിനോടും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്ന ഓരോ ഡയലോഗുകൾ പോലും മറ്റവൻ ശ്രദ്ധിക്കുകയാണെന്ന് ഓർക്കണം. അവൻ എന്നിട്ട് എങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളൊരിത്, കാരണം ഇവരുടെ അടുത്ത് നിന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലല്ലോ ആ ഒരു ഇതിൽ. അപ്പോൾ ഇവർ ചോദിച്ചു. അപ്പോൾ പുളിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ്. ഞാൻ എവിടെ വേണമെങ്കിലും ഏറ്റു പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വിക്രമല്ല അത് ചെയ്തത്, ഇതെല്ലാം പുളിക്കൻ ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ഞാനേ വാസവൻ സാറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും എടുത്ത് ഇവൻ മാറിപ്പോയി. ഈ വാസവൻ്റെ കൂടെയുള്ള അയാൾ മാറിപ്പോയി നിന്നിട്ട് ആദ്യം ഫോൺ എടുത്ത് വിളിക്കുന്നത് ശ്രീകാന്തിനെയും അമ്മായച്ചനെയാണ്. ഹലോ സാർ,
അപ്പോഴേക്കും അവർ ധൃതി വിട്ട് ചാടിയെടുക്കുക കോളൊക്കെ. ഹലോ സർ, പറയാ റജി, കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പുളിക്കനെ കണ്ടെത്തിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കണ്ടെത്തിയിട്ട് അപ്പോഴത്തേക്കും മറ്റവൻ ലൗഡ് സ്പീക്കറിലിട്ടു, പുളിക്കനെ കണ്ടെത്തി. പുളിക്കൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ വിക്രമല്ല അത് ചെയ്തതെന്നുള്ള കാര്യം പുളിക്കൻ ഏറ്റു പറഞ്ഞു എന്നുള്ള കാര്യം പറയാം. ഇനിയിപ്പോൾ വാസുവൻ സാറിനോടും അതുപോലെ ശ്രീനി സാറിനോടും കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് പുളിക്കൻ തയ്യാറായി നിൽക്കുകയാണെന്നും അതിനുവേണ്ടി പുളിക്കനെ ഇവർ കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണെന്നുള്ള കാര്യവും ഇയാൾ ഈ ശ്രീകാന്തിനോടൊക്കെ വിളിച്ചു പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ താൻ ഒന്നും പേടിക്കണ്ട, താൻ ഒന്നും അറിഞ്ഞിട്ടില്ല, താൻ അവിടുന്ന് നേരെ അവരുടെ അടുത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാവുന്നു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ ഫോണും കട്ട് ചെയ്തിട്ട് ഈ ജോസഫിൻ്റെ ഒക്കെ അടുത്തേക്ക് പോയി. അന്നേരം ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, പുളിക്കനെ അവർ കൊണ്ടുപോകുന്നതിനേക്കാൾ മുന്നേ നമ്മൾ പുളിക്കനെ തട്ടണം, അതാണ് ചെയ്യേണ്ട ഏക വഴിയെന്ന് പറഞ്ഞു. പിന്നെ പുളിക്കനെ തട്ടിയാൽ ആ കുറ്റവും ഇവരുടെ തലയിലേക്ക് വന്നോളും. അതെങ്ങനെയാ? പുളിക്കനെ അവസാനമായി കണ്ടത് ഇവരല്ലേ, അപ്പം പിന്നെ ആ ഒരു ഇതിൽ ഇവരുടെ തലയിലേക്ക് വെച്ച് കെട്ടി കൊടുക്കാമല്ലോ. നിയമം മുഴുവൻ നമ്മുടെ കൈവെള്ളയിലല്ലേടോ, അപ്പം പിന്നെ നമുക്കത് ചെയ്യാൻ ഈസി അല്ലേ എന്ന് അപ്പൻ മോനോട് പറയാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി പോകാൻ നോക്കുക, നീ വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി അപ്പോൾ ലൊക്കേഷനും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞായിരുന്നു ഇയാളോട്. അപ്പോൾ അയാളതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച്, മേടിക്കുന്ന കാശിന് കൂറ് കാണിക്കണമല്ലോ, എല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടാണ് അവരുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവർ പുളിക്കനെ പിടിച്ചതും അതിന് ശേഷം നടന്ന കാര്യങ്ങളെല്ലാം, എന്നിട്ട് പുളിക്കൻ ഇന്ന സ്ഥലത്തുണ്ടെന്നുള്ള കാര്യവും നമ്മുടെ വിക്രത്തെ വിളിച്ച് കാര്യം അറിയിക്കുക. അപ്പോൾ വിക്രത്തിനെ വിളിക്കുന്നത് വേദയുടെ ഫോണിലേക്കാണ്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനോട് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കാനായിട്ട് അങ്ങ് പോയിട്ടിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിനെ ഇവർ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഒരു പോറൽ പോലും പറ്റാതെ അവനെ കൊണ്ടുവരണമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം പറഞ്ഞു, അങ്ങനെ പുളിക്കനെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വേദ എവിടെ വെച്ച് എങ്ങനെ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇതവിടെ ചോദിക്കുക. അപ്പോൾ അവൻ നാഗർകോവിൽ ഒരിടത്തായിരുന്നു എന്നും അവിടെ ഒളിച്ച് താമസിക്കുകയായിരുന്നു എന്നും അവനെ പൊക്കിയെന്നുള്ള കാര്യവും പറയാം. ശ്രീനി സാറിനോടും വാസവനോടും അവൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും പറയണു. അപ്പോൾ അത് കേട്ടപ്പോൾ വേദയുടെ മുഖത്തൊരു സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയ്ക്ക് വിക്രം പോകുമെന്നുള്ളൊരു, അപ്പോൾ ഒളിച്ച ജീവിതം അവസാനിച്ചു എന്നൊക്കെ വിക്രം അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക, ഇനിയിപ്പോൾ സ്വാതന്ത്ര്യത്തോടു കൂടി പുറത്തിറങ്ങി നടക്കാം എന്നും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമേ. വേദ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നോക്കുക. താനെന്താണോ സങ്കടത്തോടെ നോക്കുന്നതെന്ന് വിക്രം അന്നേരം ചോദിച്ചു. ഒന്നുമില്ല, താനിങ്ങ് വന്നേ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് വിക്രം വേദയെ വിളിച്ച് അവിടെ അടുത്തിരുത്തി. താൻ എന്തിനാ സങ്കടപ്പെടുന്നത്? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെ? അപ്പോൾ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വന്നപ്പോൾ തൻ്റെ മുഖം എന്താ വാടിയതെന്ന് വിക്രം ചോദിച്ചു. അത് എന്താ, ഞാനിവിടുന്ന് പോകുന്നതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പം അത് വിക്രം, എനിക്ക് എടോ ഞാൻ എവിടെ പോയാലും തൻ്റെ കൂടെ തന്നെയല്ലേ ഉള്ളേ, പിന്നെ താനെന്തിനാ അങ്ങനെ മുഖം വല്ലാതാക്കുന്നതെന്ന് വിക്രം ചോദിക്കുക. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ വിക്രം പോയാലും വിക്രം എന്നും വേദയ്ക്ക് സ്വന്തമായിരിക്കുമെന്നും വേദയുടെ അരികിൽ തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞു. അതല്ല വിക്രം, ഇത്രയും ദിവസം നമ്മളിവിടെ സന്തോഷമായിട്ട് ഇരുന്നതുപോലെ ഇനി അങ്ങോട്ട് സാധിക്കുമോ? താനതിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇനിയല്ലേ നമുക്ക് ശരിക്കും സന്തോഷിക്കാൻ പറ്റുന്നത്? തൻ്റെ ചേട്ടൻ്റെ മുഖംമൂടി വലിച്ചു കീറാൻ കഴിയുന്ന ഒരു അവസരമല്ലേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയല്ലേ എന്ന് വിക്രം വേദയോട് ചോദിക്കുമ്പോൾ അതെ, എന്നാലും ഇല്ലെന്നും പറഞ്ഞു വേദയെ കെട്ടിപ്പിടിച്ച് വിക്രം ഇങ്ങനെ വേദയെ സമാധാനിപ്പിക്കുക സ്നേഹത്തോടെ. താനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മുടെ മുന്നിലുള്ളൂ, അതിങ്ങനെ താൻ നശിപ്പിച്ച് കളയുകയാണോ എന്നൊക്കെ വിക്രം ഇങ്ങനെ വേദയോട് ചോദിക്കുന്നു. അങ്ങനെ പിന്നെ രണ്ടുപേരും സന്തോഷമായിട്ട് ചിരിച്ചും കളിച്ചുമൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുക. അങ്ങനെ അവർക്കിടയിലുള്ള ആ ഒരു വലിയ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. നമ്മുടെ വിക്രം നിരപരാധിയാണെന്ന് ലോകം മുഴുവനും അറിയാൻ പോകുന്നു. ആ ഒരു സന്തോഷത്തിലാണ് വിക്രം ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിനിടയിൽ ഇവരാരും അറിയാതെ ഈ ശ്രീകാന്തും അമ്മായച്ചനും കൂടെ ചേർന്ന് ഈ പുളിക്കൻ താമസിക്കുന്ന അതേ സ്ഥലത്തെത്തി. ഇവന്മാർ രണ്ടും കൂടെ പാത്തും പതുങ്ങി അവിടെ എത്തി പുളിക്കനെ തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പതുങ്ങി ഈ പുളിക്കൻ ഇരിക്കുന്ന ആ ഒരു വീടിൻ്റെ പരിസരത്ത് ഇവരെത്തി. എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ചുറ്റുപാടുമൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും മറ്റവർ ഇവനെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കാം. ഈ വാസുവൻ്റെ കൂടെയുള്ള രജി എന്ന് പറഞ്ഞവൻ ഇവർ വരുമ്പോൾ പുളിക്കനെ കൊല്ലാൻ ഉള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും പുളിക്കന് ഇനി ഇവരുടെ കൂടെ പോരാനാണോ യോഗം, അതോ ശ്രീകാന്തിൻ്റെ അമ്മായച്ചൻ്റെയും കയ്യിൽ പെട്ട് മരിക്കാനാണോ യോഗം എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എന്തായാലും വിക്രം പുറത്തു വരണമെങ്കിൽ, വാസുവിൻ്റെ കൊലക്കത്തിൻ്റെ മുനയിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സത്യം പുറത്തു വന്നേ പറ്റുള്ളൂ.
ഒരു പക്ഷേ അത് അങ്ങനെ തന്നെ സംഭവിക്കുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.